കേരളത്തിലെ ജയിച്ച 102 MLA-മാരിൽ ശ്രദ്ധേയരായ 4 പേരാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. അതിൽ ഏറ്റവും മുന്തിയ ആൾ ആലപ്പുഴ MLA തോമസാണ്. മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. 17-ാം വയസ്സ് മുതൽ അദ്ദേഹം കൂലിപ്പണിക്ക് പോകുന്നു. കടലിൽ പിതാവിൻ്റെ ഒപ്പം ജോലിക്ക് പോകുന്നു. അദ്ദേഹത്തിനാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ ക്രൂരമായ മർദ്ദനമേറ്റത്. അദ്ദേഹത്തിനെ തല്ലി വീഴ്ത്തുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി വന്നപ്പം 3-4 KSUക്കാർ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് റോഡിലേക്ക് അദ്ദേഹത്തിൻ്റെ കാറിനടുത്തേക്ക് വന്നപ്പം അവിടെ 5-6 യൂണിഫോംഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവർ 2-3 കോൺഗ്രസ്സുകാരേ ഉള്ളൂ. അവരെ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. അവർ ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ കാറിൽ നിന്ന് അവരുടെ ഗൺമാന്മാരും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പോലീസുകാരനും ഇറങ്ങി വലിയ പത്തിലുകൊണ്ട് ഇവരെ അടിച്ച് വീഴ്ത്തുന്നത് നമ്മൾ കണ്ടു. ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ജീവനക്കാരൻ സന്ദീപുമാണ് അത് ചെയ്തത്. അവരുടെ കൂടെ മറ്റ് 2 പേരൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ നിഷ്കരുണം തല്ലി വീഴ്ത്തുന്നത് നമ്മളെല്ലാവരും കണ്ടു. അവർ ജീവൻ രക്ഷാപ്രവർത്തനമായിരുന്നു അവർ നടത്തിയെന്ന് മുഖ്യമന്ത്രി പിന്നീട് അതേപ്പറ്റി കമൻറ്റ് ചെയ്തത് ഒട്ടും ശരിയായില്ല. പട്ടിയെ തല്ലുന്ന പോലെ ആ ഗൺമാനും അതുപോലെ തന്നെ സെക്യൂരിറ്റിക്കാരനും ഇറങ്ങി അടിക്കുന്ന അവർക്ക് എന്താണ് ഇതിനകത്ത് ഒരു അധികാരം? ആ ഡിസ്പോഴ്സ് ചെയ്യാൻ അവിടെ പോലീസുകാർ 2-3 പേരല്ലോ, അവിടെ 5-6 പോലീസ് യൂണിഫോം ഇട്ട പോലീസുകാർ നിൽപ്പുണ്ട്. അവരത് കൈകാര്യം ചെയ്തോളൂ. ഇവരിറങ്ങി അടിക്കുന്നത് എന്താണ്? മുഷ്കും അഹങ്കാരവും തന്നെയല്ലേ? അവർക്കതിന് അധികാരമുണ്ടോ? ഒരു ക്രൗഡിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ അവർക്ക് അധികാരമുണ്ടോ? പേഴ്സണൽ സെക്യൂരിറ്റിക്കാർക്ക് ഇങ്ങനത്തെ ജോലി ചെയ്യാൻ പറ്റുമോ? എന്തായാലും അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് അവിടെ എടുത്ത് രജിസ്റ്റർ ചെയ്തെങ്കിലും വലിയ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് അത് ക്രൈംബ്രാഞ്ചിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ആ 2 ജീവനക്കാരും കുറ്റം ചെയ്തിട്ടില്ല എന്ന് പച്ചയ്ക്ക് പറയുകയാണ് ക്രൈംബ്രാഞ്ച് DYSP. അവരെയൊക്കെ സർക്കാർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ കള്ളം പൊതുജനങ്ങൾ മുഴുവൻ നേരിട്ട് കണ്ട മർദ്ദനം അങ്ങനെ നടന്നിട്ടില്ല എന്ന് എഴുതാൻ ധൈര്യം കിട്ടുന്ന DYSPമാരുണ്ടെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേ പറ്റുള്ളൂ. ഇതിനകത്ത് എന്ത് വന്നാലും ശരി, ഇപ്പോഴേ ആ കേസ് ക്രൈംബ്രാഞ്ച് ഇങ്ങനെയൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഒരു പുനരന്വേഷണം ആവശ്യമാണ്. പുനരന്വേഷണം ഇനി ആവശ്യമുണ്ടെങ്കിൽ തന്നെ പുതിയൊരു മൊഴി വാങ്ങിച്ച് കേസെടുക്കുന്ന നിയമ തടസ്സങ്ങളില്ല. നിഷ്കരണം മർദ്ദിക്കുന്ന ദൃശ്യവും അതിൻ്റെ പ്രതികളായിട്ടുള്ള അവരുടെ പേരുമെല്ലാം ഇവർക്കറിയാം. ഡിലേ വന്നിട്ടുണ്ട്. പോലീസ് അന്ന് നടപടിയെടുത്തിട്ടില്ല. വളരെ ഡിലേഡ് ആയിട്ടുള്ള നടപടിയാണ് അത്. നിയമപരമായിട്ട് ആ അന്വേഷണം മുന്നോട്ട് പോയുമില്ല. അതുകൊണ്ട് ഒരു ഫ്രഷ് കേസ് എടുക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. മറ്റേ കേസ് അങ്ങ് റെഫർ ചെയ്ത് കളഞ്ഞാലും മതി. അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ഏൽപ്പിക്കുകയും ചെയ്യണം. ആലപ്പുഴ MLA എഡി തോമസ് തോൽപ്പിച്ചത് പ്രശസ്തനായ ചിത്തരഞ്ജനെയാണ്. അദ്ദേഹത്തിനെയാണ് ഇദ്ദേഹം തോൽപ്പിച്ച് അവിടെ MLA ആയത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ തന്നെയാണ് ഈ MLA. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ വന്ന വേറെ 3-4 പേരുകൂടിയുണ്ട്. അതിൽ ബാലുശ്ശേരി MLA BT സൂരജ്, അദ്ദേഹത്തിനും ധാരാളം മർദ്ദനമേറ്റിട്ടുള്ളയാളാണ്. അതുപോലെ കൊടുങ്ങല്ലൂർ MLA OJ ജനീഷ് MLAയുമാണ്. മറ്റൊരാൾ വൈക്കം MLA ആയ വിനുവാണ്. അദ്ദേഹം ഒത്തിരി മർദ്ദനമേറ്റ വ്യക്തിയാണ്. അദ്ദേഹവും ഇത്തവണ വൈക്കത്ത് സാധാരണഗതിയിലെ CPMൻ്റെ ഒരു സ്ഥിരമായ ഒരു വിൻ ചെയ്തു വരുന്ന ഒരു ഏരിയ, ഒരു കോൺസ്റ്റൻസി ആയിരുന്നു. പക്ഷേ അവിടെ ഇത്തവണ വിനുവിൻ്റെ പ്രവർത്തനം കാരണം അദ്ദേഹം അവിടെ MLA ആയിട്ട് വിജയിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹം സമൂഹത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ വളരെയധികം വൈക്കത്ത് ഏരിയ ചെയ്തുകൊണ്ട് മാത്രമാണ് വൈക്കം പോലെയുള്ള CPMൻ്റെ ഒരു കോട്ടയായ ഭാഗത്തു നിന്ന് അദ്ദേഹം ജയിച്ചു വരാനായിട്ടുള്ള കാരണവും. എന്തായാലും ഈ 4 ചെറുപ്പക്കാർ ധാരാളം തല്ല് കിട്ടിയവരാണ്. അവരെ മൃഗീയമായി പല സ്ഥലത്തോട്ട് മർദ്ദിച്ചവരാണ്. എങ്കിലും അവരതെല്ലാം സഹിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ നിന്നു. പൊതുജന സേവകരായിട്ട് തന്നെ പൊതുജനം അവരെ 4 പേരെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ചെറുപ്പക്കാരായ MLAമാർക്ക് നല്ല ഭാവിയുണ്ട്. അവരെ ഈ തരണത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ കേരളത്തിലെ പല MLAമാരും രാഷ്ട്രീയ രംഗത്ത് വളരെയധികം മർദ്ദനമേറ്റവരും ജയിലിൽ കിടന്നവരൊക്കെ ധാരാളമുണ്ട്.
പലരും ജയിച്ചു വന്നിട്ടുണ്ട്. അതായത് നല്ല കാര്യം തന്നെ. ആലപ്പുഴയിലെ നവകേരള യാത്രയിൽ KSU യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മർദ്ദനമേറ്റ സംഭവം കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയതാണ്. അത് നമുക്കല്ല, ആ മർദ്ദനത്തിൻ്റെ അടിയുടെ ഓരോ ചാട്ടവാറ അടിയും നമ്മൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. ഗവൺമാൻ അനിൽകുമാറും സുരക്ഷാ ജീവനക്കാരൻ സന്ദീപിനും തീർച്ചയായിട്ടും അവർക്കെതിരായി ശക്തമായ നടപടി ഉണ്ടാകണം. അവർക്കെതിരായിട്ട് കേസ് പുനരന്വേഷണം നടത്തി കുറ്റച്ചാർജ് തയ്യാറാക്കി അതിൻ്റെ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയാൽ മതിയാവും. അവരെ കൺവിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അവരുടെ അധികാര പരിധി വിട്ട് അവർ സഞ്ചരിച്ചു. ആൾക്കാരെ ഇറങ്ങി നിന്ന് അടിച്ച് മർദ്ദിച്ച് ഒതുക്കുന്ന കാഴ്ച. അവിടെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ത്രെട്ടൊന്നും അദ്ദേഹത്തിൻ്റെ ആ യാത്രയിലോ അദ്ദേഹത്തിൻ്റെ ആ സഞ്ചാരത്തിലോ ഇല്ല. അത് വ്യക്തമാണ്. ഇത് അവർ രാഷ്ട്രീയം കളിച്ച് ആ ഗവൺമെൻറ്റും അതുപോലെ ആ സുരക്ഷാ ജീവനക്കാരനും എന്നാണ് എനിക്ക് പറയാനുള്ളത്.